السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد فاتقوا الله عباد الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إياكم والحسد فإن الحسد يأكل الحسنات كما تأكل النار والحطب. رواه البخاري. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തഖ്വയോടെ ജീവിക്കണമായി എന്ന് ഉണർത്തുകയാണ്. മനുഷ്യരിൽ ഉണ്ടാകുന്ന ചീത്ത സ്വഭാവമുണ്ട് മനുഷ്യർക്ക്. മനുഷ്യൻ എങ്ങനെയാണ്? ആ ചീത്ത സ്വഭാവങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള സ്വഭാവമാണ് അസൂയ. അസൂയയില്ലാത്ത മനുഷ്യരില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ ഒരായത്ത് അല്ലാഹു ഇറക്കിയത്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. നിരന്തരം ഓതണമെന്നാണ് ആയത്ത്. അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കള്ളത്തരം. ഒരാളെ കുറിച്ച് കളവ് പറയുക, അയാൾ ഗൾഫിൽ കിടന്ന് അങ്ങനെ ഉണ്ടാക്കിയതാ, ആയിക്കോട്ടെ, നിനക്കെന്താ? അയാളെ മക്കള്, നിനക്കെന്താ കാര്യം? നീ നിന്റെ കാര്യം നോക്ക്. അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അയാൾ പറയുന്ന കളവ്, അനാവശ്യങ്ങള് ഊഹിച്ചു പറയുക, ഇതിൽ നിന്ന് കാവൽ തേടണം. ഖുർആനായത്താ, ശ്രദ്ധിക്കണം. അതില്ലാതിരിക്കാൻ മാർഗമുണ്ട്. അസൂയ ഇല്ലാതിരിക്കാൻ മാർഗമുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇയ്യാകും വൽ ഹസദ, അസൂയയെ സൂക്ഷിക്കണം. ഇന്നൽ ഹസദ, തീർച്ചയായും അസൂയ എന്ന ചീത്ത സ്വഭാവം, യഅ്കുലുൽ ഹസനാത്ത്, നമസ്കാരങ്ങളെ നശിപ്പിക്കും, നോമ്പിനെ നശിപ്പിക്കും, ഹജ്ജിനെ നശിപ്പിക്കും, ഉംറ ഇല്ലാതാക്കും, സദഖയും സക്കാത്തും നന്മയും എല്ലാം ഇല്ലാതാക്കും. ആരുടെ? ഞാൻ അസൂയ വെച്ചാൽ എന്റെ. അയാൾ വളർന്നുകൊണ്ടേയിരിക്കും. ഒരാൾക്ക് അല്ലാഹു കൊടുത്ത നിഅമത്ത് നമ്മൾ കേരളത്തിലെ ഈ ലോകത്തെ 800 കോടി ജനം വിചാരിച്ചാലും നശിപ്പിക്കാൻ പറ്റില്ല. അല്ലാഹു തീരുമാനിക്കണം അയാൾ ഇല്ലാണ്ടാക്കണമെങ്കിൽ. അതെന്താ ചിന്തിക്കാത്തത്? ഒരാൾക്ക് അല്ലാഹു കൊടുത്ത നിഅമത്ത് ഇല്ലാണ്ടാക്കാൻ അല്ലാഹു തീരുമാനിക്കണം. 800 കോടി ജനങ്ങൾ ഒരേപോലെ പണിയെടുത്താൽ നടക്കില്ല. അത് അള്ളാഹിന്റെ വിധിയാണ്. അയാളെ സമ്പന്നനാക്കണമെന്ന് അള്ളാഹു സമ്പന്നനാക്കും. അയാളെ താഴ്ത്തിക്കെട്ടണമെന്ന് അള്ളാഹു തീരുമാനിച്ച താഴ്ത്തിക്കെട്ടും. അതാണ് ഈമാൻ ഉണ്ടാകണം. നിങ്ങളുടെ അമലുകളെ തിന്ന് നശിപ്പിക്കും. എങ്ങനെയാണെന്നറിയുമോ? കമാ തഅക്കുലുൻ നാറ വൽ ഹത്തബ, തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്, അതിലേക്ക് നിങ്ങൾ വിറകിട്ട് കൊടുത്താൽ ആ വിറക് ചാരമാകും പോലെ. വല്ലാത്തൊരു ഹദീസാണിത്. ആ വിറക് ചാരമാകും പോലെ നിങ്ങളുടെ അമല്, നിങ്ങൾ ഒരാളെ കുറിച്ച്, അയാളുടെ ജീവിതത്തെ, അയാളുടെ കച്ചവടത്തെ, അയാളുടെ മക്കളെ, അയാളുടെ വാഹനം, അയാളുടെ തുടങ്ങിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളിങ്ങനെ അസൂയ വെച്ചാൽ നിങ്ങളുടെ അമൽ നശിച്ചുകൊണ്ടേയിരിക്കും. എന്താ മാർഗമുണ്ട്. മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളിൽ അൽഹംദുലില്ലാഹ് പറയണം. നമുക്ക് മാത്രമല്ല, നമ്മുടെ സ്നേഹിതന്റെ മകനാ ഒരു കട തുടങ്ങുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ, വേറൊന്നും ചിന്തിക്കണ്ട. നമ്മുടെ സ്നേഹിതന്റെ മകനാണ്, നല്ല മാർക്കോട് വിജയിച്ചു, അൽഹംദുലില്ലാഹ്, അത് മതി. ഒന്നാമത്തത് അൽഹംദുലില്ലാഹ് പറയണം. മറ്റുള്ളവർ, ഈ മുസ്ലിങ്ങൾ അല്ലാത്തവരാണെങ്കിലോ പറഞ്ഞോ, മുസ്ലിമീങ്ങൾ അല്ലാത്ത ഒരാൾക്കൊരു അനുഗ്രഹം ഉണ്ടായി, നമുക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കാം. അതെന്താ? അവന് കൊടുത്തത് അല്ലാഹയാണ്. അവന്റെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റുമോ? പറയാം. ഒരാൾ വീട്ടിലേക്ക് വരുന്നു,
എന്റെ മകളുടെ കല്യാണം ഹൈന്ദവ സഹോദരനാ. അതെ, ആ കാർഡ് കൂടെ നോക്കിയിട്ട് അൽഹംദുലില്ലാ. അപ്പൊ അതെന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ മകൾക്കൊരു കല്യാണം ദൈവമാണ് ശരിയാക്കിയത്, ഞാൻ ആ ദൈവത്തെ സ്തുതിച്ചതാ. അതാ മതം. അങ്ങനെ ഉണ്ടാവണം. അല്ലാതെ എന്റെ മോൾക്ക് 24 അവൾക്ക് 22 എന്റെ മോളെ കെട്ടിച്ചിട്ടില്ലല്ലോ, എന്തിന് നീ പണിയെടുക്കണം? ഇസ്ലാം ലളിതമാണ്, സുന്ദരമാണ്. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നിന്റെ മകൾക്ക് കല്യാണത്തിന് സമയമായിട്ടില്ല, അയാളുടെ മകൾക്ക് കല്യാണ സമയമായി, അന്ന് എത്തിച്ചു കൊടുത്തതാ. അതുകൊണ്ട് ഒന്ന് അൽഹംദുലില്ലാ പറയണം. 2, ഒരു പ്രയാസം ഉണ്ടായി കഴിയുമ്പോ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യണം. സന്തോഷിക്കരുത്, ചിരിക്കരുത്, കളിയാക്കരുത്. പരാജയങ്ങൾ വരും. എത്രയോ കടകൾ അടച്ചു പോണത് ചിരിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. നമുക്ക് വരത്തില്ലേ? നമ്മുടെ വേറൊരാളെ മകൻ ഒരു അപകടത്തിൽപ്പെട്ടു, കളിയാക്കരുത്, പരിഹസിക്കരുത്, പ്രാർത്ഥിക്കണം. നമ്മുടെ മകന് വന്നാലോ, നമ്മുടെ മകന് പ്രയാസം വന്നാലും നമ്മൾ ഓടണ്ടേ കിടന്ന്? അയാളുടെ മകന് വന്നപ്പോൾ അയാൾ കിടന്ന് ഓടുകയാണ്, പൈസക്ക് വേണ്ടി, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പൊ എന്ത് വേണം? ദുആ ചെയ്യണം. അയാൾ കേൾക്കണ്ട, അയാൾ അറിയണ്ട, അയാൾ അറിയാതെ, അയാളില്ലാതെ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അതാണ് അസൂയ മാറാനുള്ള ഏറ്റവും നല്ല മരുന്ന്. റഹ്മാനായ റബ്ബ് അല്ലാഹു വെറുക്കുന്ന ഏറ്റവും ചീത്ത സ്വഭാവമായ അസൂയയിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب اغفر لوالدي رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.